പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ ഇന്നെനിക്കൊരു പോകാമോ. ഇതൊക്കെ ആരാരും കാണാതെ അമ്മ വിളിച്ചെന്ന കുറിമാനം നൽകി പോരാമോ. ഇത് മതി. പിന്നെയും ചൊല്ലിയോ? ശേ, എത്ര പ്രാവശ്യം തേച്ചാലും പിന്നെയും ചൊല്ലിയോ. എന്താ ചെയ്യാ? ഓഫാക്കിയിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് മതി. ദിനേട്ടാ, ഇതാ ഷർട്ട്. ഈ ഷർട്ട് ഇട്ടോ? ഞാൻ പിന്നെ എന്തിനാ ഇത് അയൺ ചെയ്തോണ്ട് വന്നേ? അതെന്തിനാ അയൺ ചെയ്യാൻ തന്നത്? ഞാൻ ഈ ഷർട്ട് ഇന്നലെ തന്നെ എടുത്തു വെച്ചതാ ഇന്നിടാൻ വേണ്ടിട്ട്. സാധാരണ എന്നും ഞാൻ അയൺ ചെയ്ത ഷർട്ടിൽ ഇടല്, ഇന്ന് മാത്രം ഇങ്ങനെ. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല. ഇങ്ങനെ പറയില്ലേ, നിനക്ക് ഒരുപാട് പണികളൊക്കെ അല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ ഷർട്ട് എടുത്ത് അയൺ ചെയ്തിട്ടത്. സ്നേഹം ഇല്ലാണ്ട്. എന്നാ പിന്നെന്താ, ഞാൻ ഇടാം. അല്ലെങ്കിൽ വേണ്ട, എന്തായാലും ഇട്ടില്ലേ. പക്ഷെ ഈ ബട്ടൺ ഞാൻ ഇട്ടു. ഞാൻ അയക്കട്ടെ. ഓ, കൈ ശരിയാക്കിക്കോ. പിന്നെ ഇന്ന് ഞാൻ 4 മണിയാകുമ്പോഴേ തിരിച്ചു വരണം. അതെന്താ? ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പോകാനുണ്ട്. അപ്പൊ വിഷമാവൂലേ എന്നെ കൂട്ടാണ്ട്? 4 മണിക്ക് ഞാൻ വരൂലേ. 4 മണിക്ക് വന്നിട്ട് നമുക്ക് 2 പേർക്ക് ഒന്ന് ചുപ്പാ പോരെ. എന്താ നൈറ്റ് ഡിന്നർ വേണ്ടേ? ഡിന്നർ മന്തി മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് മെല്ലെ തിരിച്ചു വരാം പോരെ. ഞാൻ പെട്ടെന്ന് വരാൻ നോക്കട്ടാ. അപ്പൊ നാളത്തേക്ക്. നാളെ ഇടാം. എടാ, ഇത് കൊറേ ദിവസമായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിനക്കൊന്ന് ഫിക്സ് ചെയ്തുകൂടായിരുന്നു അത്? അതൊക്കെ ഞാൻ ചെയ്യാം. ആദ്യമേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചേ. വെള്ളല്ലേ ഞാനിപ്പോ താഴേന്ന് കുടിച്ചിട്ട് വന്നത്. ഒരു കാര്യം ചെയ്യും, ഇത് അവിടെ വെച്ചു. എനിക്ക് എന്തായാലും വേണ്ട ഇപ്പൊ. അത് പറഞ്ഞാൽ ശരിയാവില്ല. ചൂട് നല്ലപോലെ കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചില്ലെങ്കിലേ ഏട്ടന്റെ മുഖം വാടും, പിന്നെ നന്നായി ക്ഷീണിക്കും. എന്നാ പിന്നെ അവിടെ വെച്ചോ, ഞാൻ അടുത്ത് കുടിച്ചോ പോരെ. ഇനിയിപ്പോ അതിന്റെ പേരിലൊരു വിഷമം വേണ്ട. അങ്ങനെ വഴിക്ക് വാ, ഞാനിവിടെ വെക്കാം. പക്ഷെ കുടിക്കാൻ മറക്കരുത് കേട്ടോ. ആരാ ഫോണില്? ആരെന്നറിയില്ല, പുതിയ നമ്പറാ. എടുത്തു നോക്കട്ടെ. ഹലോ, ആരത്? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അല്ല, നേരെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. സുരഭിയോ? എങ്ങനെ എന്നെ ഓർത്തു? എടോ, എങ്ങനെ മറക്കാനാണ്, ഇതിന്റെയൊക്കെ മറക്കാനോ? അത് കൊള്ളാന്നാ പിന്നെ. അല്ല, എങ്ങനെ നമ്പർ കിട്ടി? ഞാൻ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു ഒരു 5-6 വർഷം മുമ്പ്. ഇപ്പൊ ഗ്രൂപ്പും ഇല്ല, ഒന്നും ആരും ഇല്ല അതില്. കുറച്ചു പേരായിട്ട് കണക്ഷൻ ഉണ്ട്, അവര് വിളിക്കും. അവൻ തന്നല്ലേ. ഇപ്പൊ എവിടെയുള്ള നാട്ടില? പിന്നെന്താ, എന്തിനാ എത്ര ദിവസം ഉണ്ട് ഇവിടെ? 2 മാസം? കൊള്ളാലോ. ഓ, ഷുവറായിട്ടും വരാം. അതിനിപ്പോ ഞാൻ ഈ സിറ്റി തന്നെ ഉള്ളത്. നമുക്കൊരു ദിവസം മീറ്റ് ചെയ്യാന്നാല്. പിന്നെ വേറെന്തൊക്കെ വിശേഷം? ഹസ്ബൻഡ്, കുട്ടികൾ? ഒറ്റയ്ക്കാ വന്നേ? അപ്പൊ അവരൊക്കെയോ? അവിടെ. ഓക്കെ, വെക്കേഷൻ വേണ്ടി വന്നാ? നമ്മളൊക്കെ ഓർമ്മയുണ്ടല്ലേ. സുരഭി വിളിച്ചപ്പോഴേ സത്യം പറഞ്ഞൊരു ഷോക്കായിട്ടോ. കാരണം കുറെ കാലത്തിന് ശേഷമല്ലേ വിളിക്കുന്നത്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഫ്രണ്ട്സിന് ഇങ്ങനത്തെ ഒരു കോള് വരുന്നത്. ഓ, പിന്നെന്താ. ശരി, എന്നാ ഞാൻ നമ്പർ സേവ് ചെയ്തോളാം. ഉറപ്പായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാം. ശരി. ആരാ സുരഭി? കൂടെ പഠിച്ചതാ? എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതാ. എന്താന്നറിയോ, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഇവളുണ്ടായിരുന്നു. ഇവള് നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും. കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവളില്ലാത്ത പ്രോഗ്രാം ഉണ്ടാവില്ല. പിന്നെ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ കോളേജിൽ ഇരിക്കണമല്ലോ ഓരോന്നായിട്ട്. പിന്നെ അവിടെ ഇരുന്ന് ഓരോ കഥയും അതും ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാണ്. വളരെ സ്പെഷ്യൽ ആയിരുന്നു അവള്. കോളേജിൽ വളരെ ഫേമസ്, ഒരാൾക്ക് പോലും ഇവൾ അറിയാത്തില്ല. ഇവൾ എങ്ങനെ എവിടുന്നൊക്കെയോ നമ്പർ തപ്പി പിടിച്ച് എന്നെ വിളിച്ചതാ. കുറെ കാലമായിരുന്നു വിളിക്കണം വിളിക്കണം വിചാരിച്ചിട്ട്. അപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്.
ഓ മതി മതി, ശ്വാസം അങ്ങോട്ട് പോവും. പണ്ട് ഒരുമിച്ച് പഠിച്ചെന്നല്ലേ പറഞ്ഞേ. ഇപ്പൊക്കെ വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. പണ്ടത്തെ ഡാൻസും പാട്ടും ഒന്നും വരില്ല. ചുക്കി ചുളി ഒരുമാതിരി ഉണ്ടാവുന്നതാണ്. എന്തിനാ വിളിച്ചേ? വിളിച്ചെന്നെ കാണാൻ വേണ്ടിയിട്ട്. നീ എന്താ പറഞ്ഞേ? ചുക്ക് ചുളിഞ്ഞുണ്ടാവുന്ന. എടി ഞാൻ വേണമെങ്കിലേ അവളോട് അവളുടെ ഫോട്ടോ അയച്ചു തരാൻ പറയാം. നീ ഒന്ന് കണ്ടു നോക്ക്. നല്ല ബ്യൂട്ടി കോൺഷ്യസാ. ഇപ്പോൾ അവളുടെ സൗന്ദര്യം കൂടി ഉണ്ടാവും. നീയൊക്കെ മാറി നിൽക്കേണ്ട വരും. എനിക്കറിയില്ല അവളെ കുറിച്ച്, അതാ നീ ഇങ്ങനെ പറയുന്നത്. ആഹാ, എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ് ഫോൺ ചെയ്തപ്പോ സ്വന്തം ഭാര്യ ഒന്നിനും കൊള്ളാത്തവളായില്ലേ? കഷ്ടപ്പെട്ടിട്ട് സ്റ്റെപ്പ് ഒക്കെ കയറിയിട്ടാ വെള്ളം കൊണ്ടുവന്നത്. അതുപോലും കുടിച്ചിട്ടില്ല. അവളാ വലുത്. അപ്പൊ ഞാനൊന്നും അല്ലേ നിങ്ങൾക്ക്? അയ്യേ, നീ എന്തൊരുമാതിരി കൾച്ചറിലാണ് സംസാരിക്കുന്നത്. എടി നീ എന്റെ ഭാര്യ, അവളെന്റെ ഫ്രണ്ട്. കുറെ കാലത്തിന് ശേഷം വിളിക്കല്ലേ, അപ്പൊ പിന്നെ എന്തായാലും ആ ഒരു സ്നേഹം കാണൂലേ പണ്ടത്തെ. എന്നെക്കാളും സ്നേഹമാണോ നിങ്ങൾക്ക് അവളോട്? അങ്ങനെ ചോദിച്ചാ, എടി കോളേജ് പഠിക്കുന്ന സമയത്ത് എല്ലാ പയ്യന്മാരും അവളെ പുറകെ, അത്ര സൗന്ദര്യമാണ് അവർക്ക്. നിങ്ങളാ? ഏയ് ഞാനാ പരിപാടിക്കൊന്നും നിൽക്കില്ല. പിന്നെ കോളേജിൽ പോകുന്ന സമയത്ത് ബസ് ഇറങ്ങിയിട്ട് അവളോട് എനിക്ക് വേണ്ടി കാത്ത്. പിന്നെ കോളേജിന്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാനോട് ഒന്നിച്ചു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കോളേജിലേക്ക് നടന്നു പോകും. അതേപോലെ വൈകുന്നേരം വരുമ്പോഴും ആ സ്റ്റോപ്പ് വരെ ഞങ്ങൾ ഒന്നിച്ചു. ചിലപ്പോൾ ഒരേ ബസ്സിലേക്ക് ആയിരിക്കും വരിക. നല്ല രസമുള്ള സമയമായിരുന്നു. അവള് വിളിച്ചപ്പോഴേ സത്യം പറഞ്ഞാൽ ആ കോളേജിലെ ലൈഫ് ഇങ്ങനെ അങ്ങോട്ട് ഓർത്തുപോയി. നമ്മളുണ്ടല്ലോ അവളോട് ഒരു പ്രാവശ്യം സംസാരിച്ചാൽ പിന്നെ അവള് മറക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം അവൾക്ക്. നിനക്ക് വേണമെങ്കിലേ അവളെ ഞാനത് പരിചയപ്പെടുത്തി തരാം. നീ ഒന്ന് മിണ്ടി നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും. പിന്നെ നീ അവളെ വിടില്ല. അതൊക്കെ ഒരു പണ്ടത്തെ കാലം. പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞില്ലേ. അവളാണല്ലോ പിന്നെ വിളിക്കുന്നത്. അവളെന്തിനാ പിന്നെയും വിളിക്കുന്നേ? ഇപ്പൊ വിളിച്ച് കട്ട് ചെയ്തല്ലേ ഉള്ളൂ. നോക്കട്ടെ, പണ്ടത്തെ ഒരു ഫ്രണ്ട് അല്ലേ, എടുത്തു നോക്കട്ടെ. ഹലോ, ആ പറയ സുരഭി. ഇന്നോ? ഇന്ന് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് നടക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും. 2 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു 2-2:30 മീറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ആ എല്ലാം ഞാനത് ലൊക്കേഷൻ വാട്സപ്പ് ചെയ്തു. ഓ പിന്നെന്താ. ആ ശരി. ആ ഓക്കെ, ശരി. നിങ്ങൾ ആരോട് ചോദിച്ചാൽ അവളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞേ? അത് നടക്കൊന്നുമില്ല. അതിപ്പോ എന്താ നടക്കാണ്ട്? നീ എന്തിങ്ങനെ ഓരോ പിച്ചു പോയി പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്റെ ഫ്രണ്ട് അല്ലേ, അവള് കാണാൻ പോകാൻ എനിക്ക് നിന്റെ പെർമിഷൻ ആവശ്യമുണ്ടോ? ഇതുവരെ ഞാൻ പറഞ്ഞത് മാത്രം കേട്ട് നടന്ന ആളല്ലേ. ഇപ്പൊ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്കിഷ്ടല്ല നിങ്ങൾ അവളെ കാണാൻ പോകുന്നത്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കെന്താ സംശയം? സംശയം ഇല്ല, എനിക്ക് എന്നെ സംശയമൊന്നുമില്ല. എനിക്ക് വിശ്വാസാ. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു പേടി പോലെ. അയ്യേ, നീ ഇത്രയേ ഉള്ളോ? ഞാൻ വിചാരിച്ചു നിനക്ക് എല്ലാം അങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. തൽക്കാലം ആ മനസ്സിൽ പേടിയെ കളഞ്ഞിട്ട് സന്തോഷമായിട്ടിരിക്കും. ഞാനിപ്പോ പോട്ടെ. നാളെ ദിനോട്ടും ബൈക്കിലേ പോവാ. അവൾ എന്തിലായിരിക്കും വരിക? കാറിലായിരിക്കും. എന്നിട്ട് മൂപ്പർ അവിടെ ബൈക്ക് നിർത്തിയിട്ട് അവളുടെ കാറിൽ കയറി പോവാം. അവളവിടെ കാറ് നിർത്തിയിട്ട് ദിനുവിൻ്റെ കൂടെ ബൈക്കിൽ പോവാം. എന്നിട്ട് രണ്ടാളും കൂടെ ഐസ്ക്രീം കഴിക്കാൻ കയറും, സിനിമയ്ക്ക് പോവും. എന്നാലും എങ്ങനെ മനസ്സ് വരും സ്വന്തം ഭാര്യനെ വലിച്ചിട്ട് വേറെ പെണ്ണിൻ്റെ ഒപ്പം ഒന്ന് പറയാനൊക്കെ വേണ്ടിയിട്ട്? അവരെന്തൊക്കെയായിരിക്കും സംസാരിക്കും? എന്തായാലും പറയണേ ഫോണും കൂടെ പറഞ്ഞാൽ പോരെ. ഈശ്വരാ, എന്നെക്കാളും സുന്ദരി അത്ര. അവളെ സൗന്ദര്യത്തിൽ അങ്ങ് മതി മറക്കും. അത്ര നല്ലവളാണെങ്കിൽ ഭർത്താവും കുട്ടിയും എല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം ഇവിടെ വന്ന് ഒന്ന് സംസാരിച്ച് വിശേഷങ്ങളിൽ പോവുകയല്ലേ വേണ്ട. ഇതിപ്പോൾ ഇതിൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കാൻ. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാര്യം എനിക്ക് അറിയണ്ട, അത് വീട്. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ.
ദിനുവേട്ടാ, 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 ദിനുവേട്ടാ. എന്താണ്? അതെ, എനിക്ക് ഉറക്കം വരണില്ല. ദിനുവേട്ടാ, എന്താടി? നിങ്ങൾക്ക് നാളെ സുരഭിനെ കാണാൻ പോണം, അത്ര നിർബന്ധം? നാളത്തെ കാര്യം നാളെ അല്ലേ. നീ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടക്കാൻ നോക്ക്. ലൈറ്റ് ഓഫ് ആക്കാണ്ട് മനുഷ്യനെങ്ങാണ് ഉറപ്പിച്ചോണ്ടിരിക്കുക. അതെ, അവള് നല്ല സുന്ദരിയാ. എന്താടി നിനക്ക്? നീ എന്ന് കാണുന്നതല്ല തീരുമാനിക്കുന്ന സുന്ദരിയാണ്. ഓ, അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ട് അവള് ഭയങ്കര സൗന്ദര്യമുള്ള പെണ്ണാണ്. ജോലിയൊക്കെ ഹാഫ് ഡേ ഒക്കെ എടുത്തിട്ട് പോകേണ്ട കാര്യമുണ്ടോ? അത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാ അവളെ വഴിക്ക് പോകാൻ പറ. നമുക്ക് വേറെ എപ്പോഴെങ്കിലും അവിടെ പോട്ടെ തിരിച്ച്. എന്തിനാ കാണാൻ പോകുന്നത്? ദിനേട്ടാ, എന്താണ്? ഇനി നട്ടുപാതിരിക്ക് ഒരുമാതിരി ഇങ്ങനെ വിശമ്പി പറഞ്ഞിട്ട് കിടക്കില്ല. നീ ലൈറ്റ് ഓഫ് കിടക്ക്. മനുഷ്യൻ നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ജോലിക്ക് വന്നാ ഉറക്കം വന്നിട്ട് എന്തൊക്കെ അവളുടെ ചുമ്മാ. എന്റെ ഉറക്കം പോയി. ദിനേട്ടാ, എന്താണ് ഇത്ര നേരം പറയുന്നത്? ഇവളത് നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അന്ന് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ലെ പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ സുരഭിയെ കൊണ്ടുവന്നിരുത്ത്. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യമായല്ലോ. നീ എന്തൊക്കെയാടി പറയുന്നത്? സാധാരണ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു ചായ എടുത്തിട്ട് വരുന്നല്ലേ? പോയി ചായ എടുത്തിട്ട് വാ. ഞാൻ എന്തിനെടുത്തിട്ട് വരണം? സൗന്ദര്യമുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ നിങ്ങളെയും കാത്തിട്ട്. ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ, എന്നിട്ട് അടുക്കളയിൽ കയറി ചായ ഇട്ട് തരാൻ പറയും. എനിക്കാകില്ല. നമുക്കൊന്നും സൗന്ദര്യം ഇല്ലേ, നമ്മളൊന്നും ആരും സ്നേഹിക്കാനും ഇല്ല. ആണുങ്ങളൊന്നും നമ്മുടെ പുറകെ നടന്നിട്ടില്ല കോളേജിൽ പഠിക്കുമ്പോൾ. ഒന്നും ഭർത്താവിന് പോലും വേണ്ട. ശ്രുതി, നിനക്ക് എന്താ പറ്റിയത്? ഞാൻ അവളെ കാണാൻ പോയെന്ന് വിചാരിച്ചിട്ടാ? അയ്യോ, കാണാൻ പോയിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളെയൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് മോഹിപ്പിച്ച് നടന്ന മോഹറാണിയല്ലേ, അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതല്ലേ അങ്ങോട്ടൊന്ന് വന്ന് കാണണം എന്നുള്ളത്. നിങ്ങൾ പോയിക്കോ. പിന്നെ നിങ്ങളല്ലാണ്ട് വേറെ ആരാ പോവുക? നീ എന്താടി വിചാരിച്ചത്? ഞാനെന്താ കണ്ട് കണ്ട പെണ്ണുങ്ങളെ പുറകെ പോകുന്ന മനുഷ്യനാണോ? സുരഭിയെ നല്ല തറവാട്ട് പറഞ്ഞ അവൾക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ട്. പണ്ടത്തെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ പേരിൽ വിളിച്ചാണ്, അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല. അതിന് ഞാൻ ഒന്നും വിചാരിച്ചില്ലല്ലോ. നിങ്ങൾ എന്ത് വേണേലും അയക്കോ. ഓഫീസ് ലീവാക്കേ, അവളെ കൂടെ പോവുകയെ, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയെ, തിരിച്ചു വരാണ്ടിരിക്കുക, എന്ത് വേണേലും ചെയ്തോ. എന്തിനാ എന്റെ പുറകെ വന്ന് ശല്യം ചെയ്യാൻ നിൽക്കുന്നത്? അവള് ഭയങ്കര തറവാട്ട് പറഞ്ഞ സെൽഫ് റെസ്പെക്ട് ഉള്ള പെണ്ണല്ലേ. എനിക്ക് പിന്നെ അതൊന്നും ഇല്ലേ. നമുക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ല, തറവാട്ടിലും പറഞ്ഞല്ലോ ഒന്നുമില്ല. എന്റെ പുറകെ വന്ന് ശല്യം ചെയ്യണ്ട. നിങ്ങൾ എന്ത് വേണേലും അയക്കോ, ആര് വേണേലും കാണാൻ പോയിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ഒരുമാതിരി എന്നെ ക്ഷമ പരീക്ഷിക്കാന്ന് കരുതിട്ടോ. ഇവിടെ രാവിലെ ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വരാം. ഒരു ചായ എടുത്തോണ്ട് വരല്ല. അതിന്റെ ഇടയ്ക്ക് സുരഭി മറ്റവള് മറച്ചോളന്ന്. നാളല്ലേ നിനക്ക് ഇതൊക്കെ പറയാൻ? അവൾ എന്റെ ഫ്രണ്ടാണ്. ഞാൻ പോവുകയും ചെയ്യും, കാണുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റും? നീ അത് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണും വലുതാവളാല്. ഇത്രയും കാലം കൂടെ ജീവിച്ച ഭാര്യനെ വന്നിട്ട് നിങ്ങൾ വേറൊരു പെണ്ണിനാൻ പോവും. ഇതുവരെ എന്നെ വഴക്ക് പറയാത്ത മനുഷ്യന ഇപ്പൊ ഏതോ മരിച്ചു മരിച്ചോന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറയും. എന്നാ പിന്നെ നീ നിന്റെ വഴിക്ക് അങ്ങോട്ട് പോകും, ഞാൻ എന്റെ വഴിക്കും പോവാ. ഓഹ്, ഇതാ ഒരുമാതിരി ലോക്കൽ സ്വഭാവം എടുക്കാൻ നിൽക്കരുത് കേട്ടോ. നിന്റെ ഈ സ്വഭാവത്തിന് മനുഷ്യന്മാർക്ക് ഇവിടെ കയറി വരാൻ തോന്നുന്നു. ഏത് സമയത്താണ് അവർക്ക് വിളിക്കാൻ തോന്നിയത്? എനിക്ക് ആരുമില്ല. സ്നേഹിച്ചതിന് ഇഷ്ടം പോലെ എനിക്ക് തന്നു നിങ്ങള്. ഞാനുണ്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണം എടുത്ത് വെക്കണം. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ജ്യൂസ് അടിച്ചു വെക്കും. എന്നോടെങ്കിലും ഈ ചതി ചെയ്തു. കുഴപ്പമില്ല, ഞാനൊരു അധികപ്പറ്റാണെങ്കിൽ മാറിത്തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഇവിടെ വെച്ച് താമസിപ്പിക്കും. ഞാൻ ലോക്കലില്ല. എടാ, നീ എന്തിനാണ് ഇങ്ങനെ വെറുതെ വേണ്ടാത്ത കാര്യം ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇവിടെ ഒന്നും സംഭവിച്ചില്ല. നഷ്ടം എനിക്ക് മാത്രല്ലേ ഉള്ളൂ. ഓരോ പെണ്ണുങ്ങൾ ഒരുമിട്ട് ഇറങ്ങിയിരിക്കുക.
മര്യാദക്ക് ജീവിക്കുന്നു. ഭാര്യമാരെ കയ്യിൽ നിന്ന് ഭർത്താക്കന്മാരെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആരും അല്ലാണ്ടായില്ലേ? നിങ്ങൾ എന്നാ പറഞ്ഞേ ഞാൻ പോയപ്പോ അവളെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? അതിന് ഞാൻ നിന്നോട് പറഞ്ഞു നീ എന്റെ ആരുമല്ലാന്ന്. ഓ ഇപ്പൊ വല്ലാത്ത കഷ്ടമല്ലോ. അവള് എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടാണ്. അവളുടെ ആരും ഇല്ല ഇവിടെ. ഹസ്ബൻഡും കുട്ടികളും എല്ലാരും വേറെ പുറത്ത്. അവളും ഇപ്പൊ ഒന്ന് നാട്ടിലേക്ക് വന്നപ്പോ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിലിപ്പോ എന്താ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. നിങ്ങൾ പോയി കണ്ടു. അവളെ ഭർത്താവ് അടുത്തില്ലാത്തതല്ലേ, അപ്പൊ അവക്ക് തോന്നും കാണുന്നൊക്കെ. പോയിക്കും കണ്ടു. എടി അതിന് നീ വിചാരിക്കുന്ന ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. നിന്റെ ഈ നാരോ മൈൻഡ് സെറ്റപ്പ് മാറ്റിയിട്ടേ ഒന്ന് വൈഡ് ആയിട്ട് ചിന്തിച്ചു നോക്ക്. അപ്പൊ തന്നെ നിനക്ക് മനസ്സിലാവും ഫ്രണ്ട്ഷിപ്പിന്റെ വില എന്താണ്. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ നിന്നെന്താ ഡിവോഴ്സ് ചെയ്തിട്ട് വല്ല അവളെ കണ്ടിട്ട് പോകാൻ പോവാടാ? അല്ല, ഞാനിവിടെ ഇരിക്കുക സ്റ്റെപ്പിനായിട്ട്. നിങ്ങൾ അവളെയും കൂട്ടി അങ്ങോട്ട് നടന്നോ, ഒരു കുഴപ്പമില്ല. പേരിന് ഭാര്യ ഞാനുണ്ടല്ലോ താലി കെട്ടിയത്. നാട്ടുകാർക്കൊന്നും മനസ്സിലാകില്ലല്ലോ. ഫ്രണ്ട്ഷിപ്പ് അല്ലേ, വലിയ സംഭവമല്ലേ. ഞാൻ പൊട്ടി. നിങ്ങൾ അവളൊപ്പം കറങ്ങോ, ഫോൺ ചെയ്യേ, ഓഫീസ് കട്ട് ചെയ്തിട്ട് മീറ്റ് ചെയ്യേ ഒക്കെ ചെയ്തോ. പഴയ ഫ്രണ്ട്ഷിപ്പ് അല്ലേ. ഭർത്താവിന്റെ കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്തപ്പോ ഞാൻ നാരോ മൈൻഡഡ്. ഭർത്താവിനെ വേറെ സ്ഥലത്ത് നിർത്തിയിട്ട് കണ്ട ആണുങ്ങളുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യുമ്പോ അതൊക്കെ വിശാല മനസ്സുള്ള പെണ്ണുങ്ങൾ. കൊള്ളാം നിങ്ങളുടെ ഫിലോസഫി. ഇങ്ങനെ തന്നെയാ ആണുങ്ങൾ വഴിപഴിച്ചു പോകുന്നത്. എന്റെ ഭർത്താവ് എന്നാലും വഴിപഴിച്ചു. നീ ഒരുമാതിരി തോന്നിയാസം വിളിച്ചു പറഞ്ഞു ഒറ്റ ഉറങ്ങണ തെരൂടെ ഞാൻ. നാടിനെ കൂടെ കേൾപ്പിക്കാൻ നിൽക്കല്ലേ. അത് ശരി. അപ്പൊ നാട്ടുകാർ കേൾക്കണ പ്രശ്ന, അല്ലാണ്ട് സ്വന്തം ഭാര്യ ഇവിടെ ചങ്ക് പൊട്ടിയാ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ പറഞ്ഞ അടിക്കുന്നു, അടിച്ചു കൊല്ല്. എന്നാ പിന്നെ നിങ്ങൾക്ക് അവളെ പോയി ജീവിക്കാലോ. ഞാൻ പറഞ്ഞല്ലോ ഒരധികം പറ്റായിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ല. പോരെ, ഞാൻ ഇറങ്ങിത്തരാം. എന്റെ പൊന്നു ശ്രുതി, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നീ വെറുതെ വേണ്ടാത്ത ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്ന ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുക. ഇന്ന് ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. നിന്ന് തിരിയാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അപ്പോഴാണ് സുരു വിളിച്ചത്. സത്യം പറഞ്ഞ അവളെ ഞാനിന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ കാര്യം അതേപോലെ മറന്നുപോയി. ഞാൻ അവളോട് പറഞ്ഞു ഏതൊരു സൺഡേ മീറ്റ് ചെയ്യാന്ന്, ഇന്ന് നല്ല തിരക്കാണ് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇതാണെന്ന് സംഭവിച്ചത്. അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അതിനാണ് നീ. അപ്പൊ നിങ്ങൾ അവളെ കണ്ടില്ല? ഇല്ല, കണ്ടില്ല. ഇതിപ്പോ കാണാണ്ട് തന്നെ നീ ഇങ്ങനെ. അപ്പൊ കണ്ടതാണെങ്കിലോ? കണ്ടതാണെങ്കില് അല്ല, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ. പക്ഷെ ഞായറാഴ്ച കാണാന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും കാണാൻ വേണ്ടി തന്നെ പറഞ്ഞതാ. അയ്യോ, ഞായറാഴ്ചയും കാണുന്നില്ല, ശനിയാഴ്ചയും കാണുന്നില്ല, ഒരു ദിവസം കാണുന്നില്ല. ഇനി അവളെ ഞാൻ എന്റെ ജീവിതത്തിലേ കാണുന്നില്ല. നീ അങ്ങനെ ഒരു ഫ്രണ്ടേ ഇല്ല. പോരെ? അല്ലെങ്കിലും അത് തന്നെയാ നല്ലത്. എന്തിനാലേ നമ്മുടെ ഇടയ്ക്ക് മൂന്നാമതൊരാള്? സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. നമ്മുടെ ഇടയ്ക്ക് വേറൊരാള് കയറി വരുമ്പോഴേ എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. ഇതിനാണ്ട് സംസാരിക്കണില്ല, എന്നോട് സംസാരിച്ചാൽ പോരെ. പുറത്തു പോകണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് പുറത്തു പോയാൽ പോരെ. നമ്മുടെ ഇടയ്ക്ക് വേറൊരാള് വേണ്ട. എന്റെ മനസ്സമാനം മുഴുവൻ പോകും. അതെനിക്ക് മനസ്സിലായി. ഇനി നിങ്ങളുടെ ഒരാളും ഉണ്ടാവില്ല. പോരെ? എപ്പോഴൊന്നും ശ്വാസം നേരെ വേണം. അതെ, ഞാൻ ചായ എടുത്തരാട്ടോ.